ഇറ്റാലിയൻ ട്രഡീഷണൽ ഫുഡൊക്കെ ചെയ്യുമ്പോൾ ഇറ്റാലിയൻ ഹെർബ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് വേണ്ടേ? ഹലോ എവ്രിവൺ, വെൽക്കം ടു ഡിസ്കവറി. ദീപാവലിക്ക് നമ്മൾ കുറെ സ്വീറ്റ്സ് ഒക്കെ വീട്ടിലുണ്ടാക്കില്ലേ? ഇന്ന് നമ്മൾ വീട്ടിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ ഡംപ്ലിംഗ് ആണ്. അതൊരു ഇറ്റാലിയൻ ട്രഡീഷണൽ ഫുഡ് എന്ന ഒരു കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറയാം. അത് നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്യാൻ പോവാണ്. അതിന്റെ പേരാണ് gnocchi. gnocchiയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടാറ്റോസ് ആണ്. ഇത് ഞാൻ അവനിൽ 200°C 1 hour ബേക്ക് ചെയ്തെടുത്ത പൊട്ടാറ്റോസ് ആണ്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തെടുത്ത പൊട്ടാറ്റോസ് ഒക്കെ ഒന്ന് മാഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പൊട്ടാറ്റോസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ഈ ഫോർക്ക് വെച്ചിട്ട് മാഷ് ചെയ്തെടുക്കാം. ഇനി മാഷ് പൊട്ടാറ്റോയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി മിക്സിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചീസാണ്. ഏത് ചീസാന്ന് വെച്ചാൽ റിക്കോഡ ചീസാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി റിക്കോഡ ചീസ് ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനെ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മൈദയാണ്. മൈദ ചേർത്തതിന് ശേഷം വീണ്ടും നമുക്കിതിനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടെ ചേർക്കാം. അപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇറ്റാലിയൻ ഹെർബ് ചേർക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് തൈം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ ട്രഡീഷണൽ ഫുഡൊക്കെ ചെയ്യുമ്പോൾ ഇറ്റാലിയൻ ഹെർബ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് വേണ്ടേ? നമ്മൾ കുഴച്ച് വെച്ച മാവ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ കട്ടിംഗ് ബോർഡിൻ്റെ പുറത്തേക്ക് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മാവ് ഇങ്ങോട്ട് എടുക്കുക, ഈ പൊടിയുടെ പുറത്ത് വെക്കുക, നല്ലപോലെ അങ്ങ് ഉരുട്ടുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോകണം ഞാൻ. നമ്മൾ കുറച്ച് മാവ് ഇങ്ങനെ കയ്യിലെടുക്കുക. എന്നിട്ട് അതിന് ശേഷം ചുമ്മാ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ്, വേറെ കാര്യമൊന്നുമില്ല. ചുമ്മാ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് നടുക്കൊക്കെ ഇങ്ങനെ ഒരു ഡോട്ട് പോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കാം. ഇനി ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇത് മോൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊങ്ങി വരും. ഇത് ഏകദേശം വെന്ത് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത് തന്നെ വേറൊരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് ഈ ചൂടായി വന്ന ഒലിവ് ഓയിലിലേക്ക് ഇതിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഫ്രഷ് ഗ്രീൻ പീസാണ്. ഇനി കുറച്ച് പെപ്പർ പൗഡർ, ഇനി കുറച്ച് ബട്ടർ,
ഇനി കുറച്ച് ഫ്രഷ് തൈം, കുറച്ച് ലെമൺ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് പാർമീസൻ ചീസ് ആഡ് ചെയ്യാം. ഇന്നപ്പോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇറ്റാലിയൻ ഡിഷാണ്. മെയിൻ ആയിട്ടും ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന പൊട്ടാറ്റോസ് തന്നെയാണ്. പൊട്ടാറ്റോസ് യൂസ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രീൻ പീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള 2-3 ഐറ്റം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പാർമീസാൻ ചീസ് ആണ്. ഇറ്റാലിയൻ ഡിഷസിലൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പാർമീസാൻ ചീസ് എന്ന് പറയുന്നത്. നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സീസർ സാലഡിന്റെ ഡ്രസ്സിംഗിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പാർമീസാൻ ചീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള വേറൊരു സംഭവമാണ് റിക്കോഡ ചീസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറ്റാലിയൻ ഹെർബായ ഫ്രഷ് തൈം ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ആകെ ബുദ്ധിമുട്ട് വരുന്ന 3 സാധനങ്ങളേ ഉള്ളൂ: പാർമീസാൻ ചീസ്, റിക്കോഡ ചീസ്, അതേപോലെ തന്നെ ഫ്രഷ് തൈം. ഇനി അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കിയാലോ? കഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയാം. കഴിച്ചോ? അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് ഇതിന്റെ. ഈ ഡംപ്ലിംഗ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ പാർമീസാൻ ചീസിന്റെയും റിക്കോഡ ചീസിന്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസും ബട്ടറിന്റെ ഒക്കെ ടേസ്റ്റിംഗ് നല്ല റിച്ച് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റിയാണ്. മെയിൻ ആയിട്ടും ആ പൊട്ടാറ്റോസ് ഒക്കെ ഇങ്ങനെ വളരെ നല്ല ക്രിസ്പി ആയിട്ട് അതിനകത്ത് ആ ഫ്രഷ് തൈം ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു ഫ്ലേവറും, അതുപോലെ തന്നെ ഗ്രീൻ പീസ്, ബട്ടർ, ഒലിവ് ഓയിൽ, അതിന്റെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡിന്നറിനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഗ്ലോബൽ റെസിപ്പിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരേക്കും ബൈ.